ഹലോ ബെസ്റ്റീസ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങളിപ്പോൾ ഒരു ഫുൾ വെക്കേഷൻ വൈബിലാണ്. നാളെ രാവിലെ ലോസ് ആഞ്ചലസിൽ കാലിഫോർണിയയിലേക്ക് ട്രിപ്പിന് പോകാനായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇവിടെ എല്ലാവർക്കും. നമ്മളും എൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററും കൂടെ വരുന്നുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് അവൾ ട്രാവൽ ചെയ്ത് തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെയുള്ള ഡിന്നറാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. പക്ഷേ ബ്രെഡ് കുറച്ച് പന്നായിരുന്നു, ശരിയായില്ല, നല്ല ഹാർഡായിരുന്നു. ഫില്ലിങ് നല്ല രസമായിരുന്നു. ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ ബ്രെഡ് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നിന്ന് വെളുപ്പാങ്കാലത്ത് 2 മണിയാണ്. നമ്മളെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഊബർ വെയിറ്റ് ചെയ്ത് എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഊബറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ മാസച്യൂസറ്റ്സിലാണ്, അമേരിക്കയിലെ മാസച്യൂസറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. കൂടുതൽ പറയുകയാണെങ്കിൽ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലം, അതാണ് കൂടുതൽ ഫേമസ്. ഈ സ്ഥലം പറയുമ്പോഴത്തേക്കും, ഈ സ്റ്റേറ്റ് പറയുമ്പോൾ ബോസ്റ്റണാണ് പറയാൻ എളുപ്പം, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും അവിടുന്ന് ഒരു 6 മണിക്കൂർ ദൂരമുണ്ട് ഈ പറയുന്ന ലോസ് ആഞ്ചലസിൽ പോകാനായിട്ട്. ഫ്ലൈറ്റിൽ സിംഗിൾ ഫ്ലൈറ്റാണ് പോയി വരാൻ പോകുന്നത്. പിന്നെന്താ, പക്ഷേ ഇങ്ങോട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടിടത്ത്, കാലിഫോർണിയയിൽ നിന്ന് ചിക്കാഗോ ഇറങ്ങി ചിക്കാഗോയിൽ നിന്ന് ബോസ്റ്റൺ വരുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് പോകുന്നത് ഒറ്റ ഫ്ലൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഊബർ വന്നു. അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. നമ്മൾക്ക് അങ്ങനെ കുറേ നാളായി ഒരു യാത്രയൊക്കെ പോയിട്ട്. പിന്നെ അതുപോലെ തന്നെ US ഡൊമസ്റ്റിക്കിൽ യാത്ര ചെയ്യുന്നതും നമുക്ക് വളരെ ന്യൂ ആണ്. എനിക്ക് ന്യൂ ആണ്, എനിക്കും പിള്ളേർക്കൊക്കെ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. കാലിഫോർണിയയും ബോസ്റ്റണും തമ്മിൽ ഒരു 3 hours ഒരു ടൈംസ് ഡിഫറൻസ് ഉണ്ട്. അതായത് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അതത്ര സുപരിചിതമല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണേ. കാരണം ഇവിടെ ഇപ്പോൾ ബോസ്റ്റണിൽ ഇപ്പോൾ 3 മണി വെളുപ്പാങ്കാലത്താണെങ്കിൽ, പക്ഷേ കാലിഫോർണിയയിൽ 3 hours ബിഹൈൻഡ് ആയിരിക്കും. അപ്പോൾ 12 മണി, അതായത് കറക്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ മോർണിംഗ് 12 മണിയായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെന്നിറങ്ങുമ്പോൾ അത്രയും ഒരുപാട് സമയം പോയിട്ടുണ്ടാവില്ല. കുറച്ചുകൂടി നമുക്ക് കിട്ടും, ടൈം സേവായി കിട്ടും. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്യേണ്ടതായിരുന്നു. ഒത്തിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ. കാരണം ഇപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ട് എല്ലാവരും നല്ല ട്രാവലിങ്ങിൻ്റെ ഒരു പീക്ക് സമയമാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പക്ഷേ ചെക്ക് ഇൻ ചെയ്തത്. അത് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കിയില്ല. അല്ല, ടൈം വെയിറ്റ് ചെയ്ത് കുറേ നേരം നിൽക്കുക അങ്ങനെയൊന്നും വന്നില്ല. പക്ഷേ എല്ലാം മൂവ് ചെയ്ത് ലൈൻസ് എല്ലാം മൂവ് ചെയ്തത് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ 10 days പ്ലാനാണ്. 10 days ലോസ് ആഞ്ചലസ് മൊത്തം കവർ ചെയ്യാമെന്നുള്ള എൻ്റെ അതിമോഹം. അത് വെറും അതിമോഹമായിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമ്മളൊരു 10 days നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കാണുക. ഒരു വലിയ സ്ഥലമാണ്. അപ്പോൾ ഒത്തിരി കാലിഫോർണിയയുടെ ചെറിയൊരു സ്ഥലം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ലോസ് ആഞ്ചലസ്. നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഡിസ്നിയുടെ തീം പാർക്കിൽ പോകണം എന്നുണ്ട്. പിന്നെ യൂണിവേഴ്സൽ, ഹോളിവുഡ് സൈനൊക്കെ കാണാൻ പോകണം. പിന്നെ ബീച്ചസ് കാണാൻ പോകണം. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ പണ്ട് വർക്ക് ചെയ്തപ്പോൾ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന അവരെയൊക്കെ ഒന്ന് കാണാൻ പോകണം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് യുണൈറ്റഡ് എയർലൈൻസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലൈറ്റിൽ കയറുന്നത് കേട്ടോ. നല്ല യാത്രയാണ്. എനിക്ക് സാധാരണ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്ക് നോഷ്യ, പിന്നെ ഒട്ടും തന്നെ സുഖകരമായിരിക്കത്തില്ല. ഇതെന്തോ എനിക്ക് ഭയങ്കര നല്ലതായിരുന്നല്ല, എനിക്ക് എപ്പോഴും ഒരു മന്ദത ഫീൽ ചെയ്യാറുണ്ട്. അത് എനിക്കിപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ ലാൻഡിങ് പൊതുവേ നല്ല ഒരു യാത്രയായിരുന്നു. നല്ല രീതിയിലായിരുന്നു ട്രീറ്റിങ്. ഫുൾ ടൈം ACയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 2 പെട്ടി, ആക്ച്വലി ചെറിയ സൈസിലുള്ള പെട്ടി നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ട, ഒരാൾക്ക് ഒരു പെട്ടി കൊണ്ടുപോകാം. ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അനാവശ്യമായിട്ട് ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യണ്ട. പിന്നെ അതെല്ലാം നമുക്ക് കൊണ്ടുപോകേണ്ട ഒറ്റ ഫ്ലൈറ്റാണല്ലോ, അവിടെ നിന്ന് കയറുക ഇത് ചെയ്യുക. അപ്പോൾ
ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അറിയാതെ ചെയ്തു. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വന്നപ്പോൾ ഇതിപ്പോൾ ഞാൻ കാലിഫോർണിയയിൽ ലാൻഡായി. ചൂട് പറയുകയാണെങ്കിൽ കുറച്ച് ചൂടുണ്ട് എന്നാൽ ബെയറബിളായിട്ടുള്ള ചൂടായിരുന്നു ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ട് പറയാം. ഇന്നിപ്പോൾ ഫുൾ ഡേ കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ പറയാം. പക്ഷേ പുറമേ ഇപ്പം ഞാനിങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് റെൻ്റ് കാർ എടുത്തിട്ടുണ്ട്. റെൻ്റ് കാറിൻ്റെ പേര് ആവിസ്. അവരുടെ ഷട്ടിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ ഉണ്ട് ഒരു ബസ്. പല റെൻ്റൽ ആൾക്കാർ ചേർന്നിട്ട് ഒരു വലിയ പാർക്കിംഗ് ലോട്ട് എടുത്തിട്ടുണ്ട്. ആ പാർക്കിംഗ് ലോട്ടും പിന്നെ അവരുടെ ഓഫീസും എല്ലാം കൂടെ ചേർന്ന് വലുതാണ്, ഭയങ്കര വലുതാണ്. അപ്പോൾ അവരുടെ ഷട്ടിൽ ബസ്സിലാണ് ഞാൻ വന്നത്, ആവിസിൻ്റെ ബസ്സിൽ. ആവിസാണ് റെൻ്റൽ കാർ. അപ്പോൾ നമ്മൾ എടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ആവിസിൻ്റെ പ്രിഫേർഡ് പ്ലാനിങ് ആണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫീസിലൊന്നും പോയി കുറേ നേരം ഇരിക്കാൻ അങ്ങനെയൊന്നും ആവശ്യമില്ല. കാറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് പാർക്കിംഗ് ലോട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ പേരിങ്ങനെ എഴുതി കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ഏത് സ്ഥലത്താണ് ഇട്ടേക്കുന്നതെന്നുള്ള ഒരു നമ്പറും എഴുതിയിട്ടുണ്ട്. ഭയങ്കര വലിയ ഒരു ഇത്രയും വലിയൊരു റെൻ്റലിനെ ഇത്രയും വലിയ പാർക്കിംഗ് ലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ അങ്ങനെ ആദ്യമായിട്ടല്ല, എന്നാലും അതൊരു വേറൊരു ഈ ഒരു സ്ഥലം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. മാസച്യൂസറ്റ്സ് ഇപ്പം നമുക്ക് ബോസ്റ്റൺ പോലെ അല്ല കാലിഫോർണിയ ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ടിട്ട് വന്നിട്ട് എല്ലാം കുറച്ച് വലിയ സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ഒത്തിരി സ്ഥലമുണ്ട്. നമ്മളെ പോലെ അല്ല, ബോസ്റ്റൺ പോലെ അല്ല, കുറച്ചുകൂടെ ചെറുതാണ് ബോസ്റ്റൺ കമ്പയർ ടു കാലിഫോർണിയ നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കടകളായാലും എല്ലാത്തിനും കുറച്ച് വലിയ സ്ഥലങ്ങൾ വലുതായിട്ട് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ് കുന്നുകൾ, മൗണ്ടൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കാറിലൊക്കെ കയറി സെറ്റിലായി. നോക്കാം, എല്ലാവരും സെറ്റിലായി, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടല്ലേ. നമ്മളെടുത്ത ഏത് കാറാണ്? ഫോർഡിന്റെ അങ്ങനെ ഒരു കാർ. അപ്പോൾ ആ കാർ എടുത്ത് ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നത്? നമുക്ക് നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് 4 മണിക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെയാണ്, രാവിലെ ആയതേ ഉള്ളൂ. കാലിഫോർണിയയിൽ 3 മണിക്കൂർ ബിഹൈൻഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെയാണ്. നമ്മൾ വിചാരിക്കുന്നു ഹോളിവുഡിൽ പോയി ഒന്ന് ഡ്രൈവ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്കാണ്. അവിടെ നിന്ന് തന്നെ തുടങ്ങാല്ലേ? ഇതാണ് ഗൈസ് എൻ്റെ പുതിയ മെറ്റാ ഗ്ലാസ്. ഇപ്പോൾ നമ്മളൊരു കുറച്ച് എയർപോർട്ടിൽ നിന്ന് മാറി ഹോളിവുഡ് സൈന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്തതിന് നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ റോഡ് കുറച്ച് വലുതാണ്. ചെറിയ റോഡുകൾക്ക് തന്നെ 4-5 ലൈനൊക്കെ ഉണ്ട്. പിന്നെ അതാണല്ലേ ബ്രിഡ്ജൊക്കെ അവിടെ ചുമ്മാ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ റൈഡ് പോലെയൊക്കെ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടോ. പിന്നെ ഒരുപാട് പാൻട്രി ഉണ്ട്. പിന്നെ ബൊഹേമിയനിലെ ഇഷ്ടം പോലെ ഉണ്ട്. അതാണെങ്കിൽ എല്ലാം പൂത്തും നിൽക്കുകയാണ് കേട്ടോ. അതൊരു അപ്പോൾ നമ്മൾ കാണാനായിട്ട് വന്ന ആ ഹോളിവുഡിൻ്റെ സൈന് ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ അത് മാത്രമേ കാണാനുള്ളൂ. ഒരു കുന്നിൻ്റെ മുകളിൽ ഹോളിവുഡ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വലിയ ലെറ്ററിൽ. കുന്നുകളാണ്, പലതരം കുന്നുകളാണ്. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു മ്യൂസിയം കൂടെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് പോപ്പുലറായിട്ട് ഈ മൗണ്ടൻ്റെ പേര് പറയുന്നത് ഹോളിവുഡ് മൗണ്ടൻ എന്നാണ്. ഇതിൻ്റെ സൗത്ത് ഫേസിലായിട്ടുള്ള മൗണ്ടനിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഗ്രിഫ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഗ്രിഫ് ഒബ്സർവേറ്ററി മ്യൂസിയം ഉണ്ട്. വളരെ പണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഫ്രീ അഡ്മിഷനാണ്, നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. പക്ഷെ
ഒത്തിരി ആൾക്കാർ കാണുന്ന ടൂറിസ്റ്റിൻ്റെ ഒരു അട്രാക്ഷൻ പ്ലേസാണ്. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇമാജിൻ ഇതൊക്കെ നമ്മൾ ബുക്കിൽ കണ്ടിട്ടല്ലേ ഉള്ളൂ. ഇതിങ്ങനെ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് രസമാണ് കാണാനായിട്ട്. വൺ ടൈം നമുക്ക് വാച്ച് ചെയ്യാൻ. ഇത് ഫിസിക്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മൂണും സണ്ണ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി മലയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് വയറ് വിശക്കാൻ തുടങ്ങി. നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് കിട്ടിയതാണ് മലയാളി റെസ്റ്റോറൻറ്റ്. വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും വന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. APJ അബ്ദുൽ കലാം, മോഹൻലാൽ, മനോജ് K ജയൻ, അങ്ങനെ ഒരുപാട് AR റഹ്മാൻ, അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ വന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്, ലഞ്ച്. ഫുഡ് എനിക്കൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അറ്റ്മോസ്ഫിയറും ഒരു ആവറേജ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇതാണ്. പിന്നെ പക്ഷേ അവിടുത്തെ ആൻറ്റി ഭയങ്കര വെൽക്കമിങ് ആണ്. നമുക്കങ്ങ് എന്താ പറയുക, ഒരു ഭയങ്കര ചിരിച്ച് നമ്മളോട് ഭയങ്കര സഹകരണമുള്ള ഒരു ആൻറ്റി. ഈ റെസ്റ്റോറൻറ്റിന് ഒത്തിരി അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആൻറ്റിയായിട്ട് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം, ആൻറ്റി കുറച്ച് ഫേമസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത്. ആൻറ്റിക്ക് കോപ്പറേറ്റീവാണ് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്. പിന്നെ മയൂരയിൽ ഒരു കാര്യം കൂടെ പറയാൻ, പാർക്കിംഗ് സ്ലോട്ടുകളും കുറവാണ്. കാരണം 1-2 കടകളുണ്ട്, വളരെ കുറച്ച് പാർക്കിംഗ് സ്ലോട്ടേ ഉള്ളൂ. ബിസി ആയിട്ടുള്ള സമയത്താണെങ്കിൽ ഭയങ്കര പാടാണ്. പിന്നെ അവിടുന്ന് നമ്മളൊരു 5:30 ആയപ്പോഴത്തേക്കും നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ പേര് വന്നിട്ട് എംബസി സ്യൂട്ട് ബൈ ഹിൽട്ടൺ, സാന്ത ആന, ഓറഞ്ച് കൗണ്ടി. ഓറഞ്ച് കൗണ്ടി എന്നാണ് അവിടുത്തെ സ്ഥലത്തിൻ്റെ പേര്. ഹിൽട്ടണിൽ എംബസി സ്യൂട്ട്. എല്ലാ പേരിൻ്റെയും കൂടെ അവർക്ക് സാന്ത ഉണ്ട് കേട്ടോ. സാന്ത ഏത് സ്ഥലം നോക്കിയാലും സാന്റ മോണിക്ക, സാന്റ ദിസ്, അങ്ങനെ സാന്റ വാലി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പേര് പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്തമായ പേരുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മളിനി റൂമിലോട്ട് പോവാണ് എന്തായാലും. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് കാര്യം പറയാം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തെടുക്കുന്ന എല്ലാവർക്കും വളരെ ബിഗ് താങ്ക് യു. കാരണം ഇത്രയും വലിയൊരു വീഡിയോ ഞാനിങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്നിട്ട് നിങ്ങളിത് വാച്ച് ചെയ്തല്ലോ, അത് തന്നെ ഭയങ്കര, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കാണാനുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാറില്ല, ചിലപ്പോൾ അതായിരിക്കും മടിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഹൈപ്പോ ലൈക്കോ അങ്ങനെ അല്ലെങ്കിൽ കമൻറ്റോ, അങ്ങനെ ഒരു ആത്മബന്ധം നിങ്ങൾക്ക് എന്നോട് തോന്നുന്നില്ലേ? എനിക്കറിയാം, ചിലപ്പോൾ വീഡിയോ ഇടാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തത്. പിന്നെ ഞാൻ കുറച്ച് ബിസിയാണ്, മനസ്സിലായോ? ഇപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയി. ജോലിയൊക്കെ കണ്ടുപിടിച്ച് എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് ബിസിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തിടും. അപ്പോൾ റൂം ടൂർ കാണിക്കാം. റൂം ടൂറിൽ പറയുകയാണെങ്കിൽ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൻ്റെ അത്ര സൈസുള്ള ഒരു റൂമാണ്. 3 ബെഡാക്കാം. ഒരു സോഫ കണ്ടില്ലേ, സോഫേനെ നമുക്ക് ബെഡാക്കി മാറ്റാം. പിന്നെ ഒരു കമ്പ്യൂട്ടർ ടേബിള്, ഒരു കിച്ചൻ്റെ യൂണിറ്റ്, ഒരു ഫുൾ ബാത്റൂമാണെങ്കിൽ നമുക്ക് ലിവിങ് റൂമിൽ കൂടെയും ബെഡ്റൂമിൽ കൂടെയും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് ആദ്യം കണ്ടപ്പോൾ വാട്ട് എ ഡിസൈൻ എന്നൊക്കെ തോന്നി. പിന്നെ അതൊരു മെനക്കെടുത്തായിട്ടാണ് തോന്നിയത്. ഈ റൂം എത്രയും പെട്ടെന്ന് നമ്മൾ കുളമാക്കും, തുണിയൊക്കെ വാരിയിട്ട് ഇപ്പോൾ കുളമാക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വീഡിയോ ഇടണമെന്ന്, ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇടുന്നില്ല. പിന്നെ ഇവിടുത്തെ വ്യൂ സൂപ്പറാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.